ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ BB ക്രീമൊക്കെ നമ്മുടെ മേക്കപ്പ് റുട്ടീനിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ? നല്ലൊരു നാച്ചുറൽ കവറേജ്, അതായത് ഫൗണ്ടേഷനെക്കാളും ഒന്ന് ലൈറ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BB ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പോൾ BB ക്രീമിന് പകരമായിട്ട് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ തരാനും അതോടൊപ്പം തന്നെ നല്ല പിങ്കിഷ് ഗ്ലോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ പറ്റിയ ഒരു ക്രീമും ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ സെയിം പൗഡറുമാണ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ, നല്ല അഫോർഡബിൾ പ്രൈസാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു കവറേജും ഫിനിഷൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊന്നുമല്ല, ഇത് കുറച്ച് നാൾ മുന്നേ യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വൈറ്റ് ടോണിൻ്റെ ക്രീമാണ്, സോറി പിടിച്ചപ്പോൾ മാറിപ്പോയി, ബാക്ക് സൈഡ് ആയിപ്പോയി. വൈറ്റ് ടോണിൻ്റെ ക്രീമും അതോടൊപ്പം തന്നെ അവരുടെ തന്നെ പൗഡറും ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ, ഞാൻ നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കവറേജ് തരുന്നുണ്ട്, അതോടൊപ്പം തന്നെ നല്ല പിങ്കിഷ് ആയിട്ടുള്ളൊരു ഗ്ലോ ആണ് തരുന്നത്. അപ്പോൾ ഞാൻ ടെക്സ്ചർ നിങ്ങളെ കാണിക്കാം. ഭാഗ്യത്തിന് എടുത്തപ്പോൾ കുറച്ച് വന്നു കേട്ടോ. ഈ ഒരു കവറേജിൻ്റെ ആ ഒരു സെയിം കളറാണ് കേട്ടോ നമ്മുടെ ക്രീമിൻ്റെ ടെക്സ്ചറും. അതോടൊപ്പം തന്നെ സെയിം കളറാണ് വന്നിട്ടുള്ളത്. ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ ക്രീമിൻ്റെ ടെക്സ്ചർ എന്നാണ് ഞാൻ പറഞ്ഞത്, അത് തെറ്റിപ്പോയതാട്ടോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിൽ അനുഭവപ്പെടും. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ സ്റ്റിക്കി അല്ലെങ്കിൽ ഗ്രീസി ഫീലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ക്യുക്കായിട്ട് തന്നെ നന്നായിട്ട് തന്നെ അബ്സോർവ് ആവുന്നുണ്ട്. പിന്നെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. നമ്മുടെ സ്കിൻ ടോണ് നന്നായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ഫിനിഷ് കവറേജ് നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷാണ് നമ്മുടെ ഫേസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ചെയ്യാനും പിന്നെ സൺ പ്രൊട്ടക്ഷൻ എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ SPFൻ്റെ കണ്ടൻറ്റ് എന്തുമാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് 48 രൂപയാണ്. 2 ഇയർ ഷെൽഫ് ലൈഫാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ മേക്കപ്പ് റുട്ടീനിലാണല്ലോ ഇങ്ങനത്തെ ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ കാര്യത്തിൽ അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ് ചെയ്യുക, ദെൻ ടോണർ, അതിനുശേഷം സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സിറം യൂസ് ചെയ്യുക, സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം, അതിന് മുന്നേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതിനുശേഷം BB ക്രീം അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ ഇടുന്ന ആ ഒരു സ്റ്റെപ്പിന് പകരമായിട്ടാണ് ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നീഡഡ് ക്വാണ്ടിറ്റി നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡോട്ട് വൈസ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ, നല്ലൊരു കവറേജ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഭയങ്കര ജെൻറ്റിലായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ഓവർ ചെയ്താൽ മതി. ശരിക്കും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ക്രീം ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇട്ട ഉടനെ തന്നെ നല്ലൊരു ഗ്ലോ, നല്ലൊരു പിങ്കിഷ് ടോണാണ് കേട്ടോ. നമുക്കൊരു പുട്ടിയടിച്ച എഫക്റ്റ് അല്ല, പിന്നെ നല്ലൊരു ഫ്രഷ് ലുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല മൈൽഡ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ യൂസേജ് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ കോഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നെക്കും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കണ്ണിലൊന്നും പോകാതെ സൂക്ഷിക്കുക കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വേണം കേട്ടോ. സ്റ്റോറേജ് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെത് കോഷൻ ശരിക്കും വായിച്ചിട്ട് ആ ഒരു സേഫ് ആയിട്ടുള്ള രീതിക്ക് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയേ ഉള്ളൂ. പിന്നെ എക്സ്റ്റേണൽ യൂസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽ ഒക്കെയാണ്. പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 48 രൂപയുള്ളൂ, അഫോർഡബിൾ പ്രൈസാണ്. ശരിക്കും വേർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഹോണസ്റ്റ്ലി എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് വൈറ്റ് ടോണിൻ്റെ ഈ ഒരു ക്രീം. അതോടൊപ്പം തന്നെ ഈ ക്രീം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നിട്ട് വാങ്ങാതിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. കേട്ടാൽ വലിയ പ്രൈസൊന്നും ഇല്ല, പക്ഷേ എന്തോ വാങ്ങാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വാങ്ങിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് വാങ്ങാനുള്ള മെയിൻ റീസൺ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഒരു ക്യൂരിയോസിറ്റിക്ക് വാങ്ങിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാമെന്നുള്ള രീതിക്ക്. എനിക്ക് സത്യത്തിൽ ഇത് വാങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല കവറേജ് നൽകുന്നുണ്ട്. പിന്നെ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറയാൻ പറ്റും കേട്ടോ. നല്ലൊരു ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് മീഡിയം ആയിട്ടുള്ള ടോണുകാർക്കും ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല രസമാണ് കേട്ടോ. ഡെസ്കി ആൻഡ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്കിന്നിൽ ഞാനിത് അപ്ലൈ ചെയ്ത് അങ്ങനെ കുറേ നേരം കണ്ടിട്ടില്ല. പക്ഷേ അപ്ലൈ ചെയ്ത ഉടനെ ഒരു ചേഞ്ചസ് ഉണ്ട് കേട്ടോ, അതെനിക്ക് കൂടുതൽ അറിയാൻ പാടില്ല. പക്ഷേ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. അടുത്തത് ഫേസ് ടോണിൻ്റെ തന്നെ പൗഡറാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പം ഈ ഒരു പൗഡറും കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതും വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷ് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ
ഈ ഒരു ക്രീമിൻ്റെയും പൗഡറിൻ്റെയും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഒട്ടും തന്നെ ഓയിലി ആക്കുന്നില്ല കേട്ടോ. നല്ല രീതിക്ക് ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് രണ്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ഇടുമ്പം നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. ഇതും സെയിം തന്നെയാണ് കേട്ടോ. ആ ഒരു ക്രീമിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് ഈ ഒരു പൗഡറും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വിത്ത് സോഫ്റ്റ് ഷെയ്ഡ് ഫോർമുല എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിന് പുറമേ നമ്മൾ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പൗഡർ ഞാൻ വലിയതായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങളൊന്ന് കാണിക്കാം. ഇത് പിങ്കിഷ് ടോണൊന്നും അല്ല കേട്ടോ. കളർ വൈസ് ആസ് യൂഷ്വൽ നോർമൽ ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു ടോണാണ്. ഇതിൻ്റെ ഫ്രാഗ്രൻസും ആ ഒരു ക്രീമിൻ്റെ ഫ്രാഗ്രൻസും സെയിം ആണ് കേട്ടോ. നല്ല ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 60 റുപ്പീസ് എങ്ങാണ്ടും ആണ്. 2 ഇയർ ഷെൽഫ് ലൈഫാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടിൻ്റെ ഔട്ടർ പാക്കേജ് ഞാൻ കാണിക്കാം. പൗഡറിൻ്റെ ഇതാണ് കേട്ടോ ഔട്ടർ പാക്കേജ് വന്നിട്ടുള്ളത്. നമ്മുടെ ക്രീമിൻ്റെത് ഇതാണ് ഔട്ടർ പാക്കേജ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനത്തെ ഡീറ്റെയിൽ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസിൻ്റെയും പിന്നെ വൈറ്റ് ടോൺ ഫേസ് പൗഡർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. വേറെ ഡീറ്റെയിൽ ബേസ് ആയിട്ടൊന്നും പാക്കേജിൻ്റെ ബാക്കിലൊന്നും കൊടുത്തിട്ടില്ല. നല്ലൊരു ലൈറ്റ് കവറേജ് നൽകാൻ വേണ്ടി ഈ ഒരു പൗഡർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മാറ്റ് ഫിനിഷ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് സ്കിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓയിൽ ഫ്രീ ആണ്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള റീസൺ. ഇതൊക്കെയാണ് ഈ ഒരു പൗഡറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഈവൺ ടോണിലേക്ക് ചേഞ്ച് ചെയ്യും. അതായത് ഈവൺ ടോൺ നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടുന്നല്ല, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഈ ഒരു വൈറ്റ് ടോൺ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇത് ശരിക്കും നമ്മുടെ സ്കിന്ന് വെളുപ്പിക്കാനുള്ള സംഭവമാണ്. ആക്ച്വലി അങ്ങനെയല്ല കേട്ടോ. നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും. നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുമ്പം നല്ലൊരു ഫിനിഷ് അല്ലെങ്കിൽ നല്ലൊരു കവറേജ് ഒക്കെ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വൈറ്റ് ടോണിൻ്റെ ക്രീമും അതോടൊപ്പം തന്നെ ഈ ഒരു പൗഡറിനെയൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ മനസ്സിലായെന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതും സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പൗഡറും കൂടെ അപ്ലൈ ചെയ്യുമ്പം അത്യാവശ്യം കുറച്ച് നേരം നമുക്ക് നല്ല രീതിക്ക് തന്നെ ആ ഒരു റേഡിയൻറ്റ് ലുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ക്രീം മാത്രം അപ്ലൈ ചെയ്തിട്ട് വേറൊരു കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്ന ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ തന്നെ പൗഡർ യൂസ് ചെയ്യുന്നതാണ്. രണ്ടും അഫോർഡബിൾ പ്രൈസ് ആണ്. പിന്നെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതായത് നമുക്ക് ആമസോണിലും മിന്ത്രയിലും നമ്മുടെ ഫ്ലിപ്കാർട്ടിലും നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന് അത്യാവശ്യം വലിയ പാക്കേജൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ ഞാൻ വലുത് വാങ്ങാനൊന്നും നിർബന്ധിക്കുകയല്ല. ഈ ഒരു ചെറിയ പാക്കേജ് വാങ്ങിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ടിട്ടാണ് ഇത് തീർന്നത്. ഇതിന് ഞാൻ ഫുള്ള് തീർത്തു. ഇനി ഒന്നുമില്ല. നിങ്ങളെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ നേരം കാണിക്കാൻ വേണ്ടി എങ്ങനെയോ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ക്രീം വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത് യൂസ് ചെയ്തവർക്ക് അറിയാം ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന്. അപ്പോൾ വെളുപ്പിക്കലല്ല, മെയിൻലി മേക്കപ്പൊക്കെ നമ്മൾ ചെയ്യുമ്പം നല്ലൊരു കവറേജ്, നല്ലൊരു പിങ്കിഷ് ആയിട്ടുള്ളൊരു ഗ്ലോ ഒക്കെ തരും. അപ്പോൾ ഈ ഒരു 2 പ്രൊഡക്റ്റ് ഇട്ടാൽ തന്നെ നല്ല രീതിക്ക് കവറേജ് തരും. നമ്മൾ കൂടുതലായിട്ട് പ്രൊഡക്ട്സ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല.